ഹായ് എവ്രി വൺ. നമ്മളിന്ന് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ന്യൂക്ലിയർ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളാണ്. കുറച്ച് കുറച്ച് മാത്രം ഫോർമുലാസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. കൂടുതലായിട്ട് കൺസെപ്റ്റ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സ് പേര് പോലെ തന്നെ എന്താണ്, ന്യൂക്ലിയസിൻ്റെ ഫിസിക്സ് ആണ്. ഓക്കെ, ഇത് പലപ്പോഴും ഫിസിക്സിലുള്ള ആളുകൾ ഇതിൻ്റെ ഫസ്റ്റത്തെ 2 ലെറ്റർ മാറിയിടാറുണ്ട്. NU എന്നുള്ളത് UN എന്നിട്ടാൽ അൺക്ലിയർ ഫിസിക്സ് എന്ന് വരാറുണ്ട്. അതിന് ജസ്റ്റ് ഒരു കളിക്ക് പറയുന്നതാണ്, തമാശക്ക് പറയുന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആൾറെഡി ആറ്റം പോലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അല്ലേ. അതിൻ്റെ എത്രയോ സൈസ് കുറഞ്ഞ സാധനമാണ്, 10⁻⁻15 റേഞ്ചിൽ സൈസ് വരുന്നതാണ് എന്ത്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ സൈസ് 10⁻⁻10. ഓക്കെ, അത് നമുക്ക് കാണാൻ കഴിയില്ല. അതിലേറെ എത്രയോ ചെറുതാണ് 10⁻⁻15 റേഡിയസ് ഉള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള പഠനമാണ് എന്ത്, നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പം കുറേ നമ്മൾ അസംഷൻസ് ആണ് അല്ലേ. പിന്നെ അതുപോലെ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സിലൂടെയൊക്കെ കിട്ടിയ ഐഡിയാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് അൺക്ലിയർ ഫിസിക്സ് എന്നുള്ളൊരു പ്രയോഗം വരാറുണ്ട്. എന്തായിരുന്നാലും നമുക്കുള്ള സിലബസും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. സോ ഇറ്റ് ഈസ് ന്യൂക്ലിയർ ഫിസിക്സ്. ഓക്കെ, സോ നോക്കാം. അപ്പോൾ പേര് പോലെ തന്നെ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അല്ലേ. ഇനി 1911 റുദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് അറിയാത്തവരായിട്ട് ഒരു സയൻസ് സ്റ്റുഡൻറ്റും ഇല്ല അല്ലേ. ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസിനെ ഗോൾഡ് ഫോയിലൂടെ കടത്തി വിട്ടിട്ട് എന്താണ് ന്യൂക്ലിയസിൻ്റെ പിന്നെ മെറ്റീരിയൽസിൻ്റെ കോമ്പോസിഷൻ എന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോട്ടോണിനെയും അതുപോലെ ന്യൂക്ലിയസിനെയും കണ്ടെത്തിയത് റുദർഫോർഡ് എന്ന് പറഞ്ഞ ആളാണ് അല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സൈസ് സ്കെയിൽ ഞാൻ പറഞ്ഞു. ആറ്റം എന്ന് പറയുന്നത് 10⁻10 സൈസ് ഉണ്ട്, വലിയ സൈസാണ്. അതിലേറെയൊക്കെ ലക്ഷക്കണക്കിന് സൈസ് കുറഞ്ഞതാണ് 10⁻15 സെൻറ്റിമീറ്റർ, 10⁻15 അല്ലേ. ഒന്ന് കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടി എഴുതാം. ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ ഒക്കെയാണ്. എന്നാൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക, ന്യൂക്ലിയസിൻ്റെ സൈസ് 10⁻15 മീറ്റർ റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഫെംറ്റോമീറ്റർ എന്ന് പറയും അല്ലേ. ഫെർമി എന്നും പറയാറുണ്ട്. ആ സൈസിൽ വരുന്ന ആളാണെന്ത്, നമ്മുടെ ആറ്റം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ. അത് പിന്നെ എന്താ പറയുക, നമ്മൾ ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടില്ലേ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഈസ് എംപ്റ്റി ആൻഡ് ദ സെൻട്രൽ പോസിറ്റീവ് റീജിയൻ വിച്ച് ഈസ് വെരി സ്മോൾ ഈസ് കോൾഡ് ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്ത് നടക്കുന്നു അല്ലേ. ഇനി ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുള്ളത്, അപ്പോൾ നമുക്ക് ആറ്റം എന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താണ്, ഇതിനകത്ത് എന്തുണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. പിന്നെ പുറത്താരുണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവും, ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവും. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ ബോർ മോഡലൊക്കെ കുറേ പഠിച്ചതാണ്. ഷെല്ലുകളുണ്ട് അതിനകത്ത്, അങ്ങനെയൊക്കെ. എന്തായാലും ഒരു ആറ്റത്തിനകത്ത് എന്താണ്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ന്യൂട്രോൺസിൻ്റെ ചാർജ് ഇല്ല, ന്യൂട്രലാണ്. പുറത്തുള്ള ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവാണ്. അകത്തുള്ള ഒരു ന്യൂട്രൽ ആറ്റത്തിനെ സംബന്ധിച്ച് അകത്തുള്ള എണ്ണം പ്രോട്ടോണിൻ്റെ അതേ എണ്ണം പുറത്ത് എന്തുണ്ടാവും, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ഉള്ളതുണ്ടാവും. അപ്പം അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ഈക്വൽ ആയതുകൊണ്ട് ആറ്റം ആസ് എ ഹോൾ എന്താണ്, ന്യൂട്രലാണ് അല്ലേ. ഇനി ഇലക്ട്രോൺ കൊടുക്കുക വാങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന് ചാർജ് മാറാം. അപ്പോൾ അതിന് അയോൺ എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നില്ല. അപ്പം ഒരു ആറ്റത്തിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ പറയുന്ന പേരാണ് ആറ്റോമിക് നമ്പർ. എന്താ പറയുക, ആറ്റോമിക് നമ്പർ. അതിനെ Z കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഇൻ എ ന്യൂക്ലിയസ് ഈസ് കാൾഡ് ആറ്റോമിക് നമ്പർ. ഒരു ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണമാണെന്ത്, ആറ്റോമിക് നമ്പർ. മറ്റൊരു രീതിയിലും പറയാറുണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ന്യൂട്രൽ ആറ്റം അല്ലേ. ഒരു ന്യൂട്രൽ ആറ്റത്തിനകത്ത്, ന്യൂട്രൽ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താ, പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ തിരിച്ചും പറയാം ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം എന്ന് പറയാം. പക്ഷേ സേഫസ്റ്റ് എന്താ പറയുക ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലേ. അങ്ങനെയുണ്ട്. അപ്പം Z പ്രോട്ടോൺസ് ഉണ്ടാവും അല്ലേ, ഒരു ആറ്റത്തിനകത്ത് Z പ്രോട്ടോൺസ് ഉണ്ടാവും. അതിന് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയും. ഇനി പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടി ഒരുമിച്ച് നമ്മൾ എന്ത് പറയും, ന്യൂക്ലിയോൺസ് എന്ന് പറയും. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ആളുകൾ ആരാണ്, ന്യൂക്ലിയോൺസ് അല്ലേ. അപ്പോൾ ആരൊക്കെ ഉണ്ടാവുക, Z പ്രോട്ടോൺസ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, N ന്യൂട്രോൺസും ഉണ്ടാവും അല്ലേ. N ന്യൂട്രോൺസും Z പ്രോട്ടോൺസും അടങ്ങിയ ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്നുള്ളത് അല്ലേ. അങ്ങനെയാണ്. ഇനി ആ ടോട്ടൽ നമ്പർ ഓഫ് എന്താ പറയുക ന്യൂക്ലിയോൺസിനെ പറയുന്ന പേരാണെന്ത്, മാസ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ്, മാസ് നമ്പർ. അതിന് ക്യാപിറ്റൽ ലെറ്റർ A കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. മാസ് നമ്പർ A എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ്
പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് അല്ലെ Z+N എന്ന് പറയാം. അപ്പോൾ A = Z+N എന്നുള്ളതാണ് എന്ത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് മാസ് നമ്പർ. എന്തുകൊണ്ട് മാസ് നമ്പർ പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയുകയും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പറയാം. ഇനി ജനറലി നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് ഒരു സിമ്പിൾ കൊണ്ടാണ്. ഇപ്പോൾ ഹൈഡ്രജൻ H കൊണ്ട്, ഹീലിയം HE, ലിഥിയം Li അങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ആറ്റോമിക് ന്യൂക്ലിയസ് ഈസ് ഗിവൺ ബൈ നെയിം ഓഫ് ദി ആറ്റം എന്ന് പറയുന്നത് X കൊടുത്തു, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും Z, നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൊടുക്കും, ആറ്റോമിക് നമ്പർ കൊടുക്കും, ഇവിടെ നമ്മൾ A എന്ന് കൊടുക്കും. ഇതാണ് ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത് അല്ലേ. ഈ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഹൈഡ്രജൻ പറയാം. ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് എന്തുണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട്, അതുകൊണ്ട് ആറ്റോമിക് നമ്പർ 1 ആണ് അല്ലേ. ശരിക്കും ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ അഡ്രസ്സാണ് അല്ലേ, ഒരാളുടെ അഡ്രസ്സാണ്. ഉദാഹരണത്തിന് ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അയാളുടെ പേര് എന്താണ്, ഹൈഡ്രജൻ ആണ്. 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അയാളുടെ പേര് ഹീലിയം ആണ്. 3 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അയാളുടെ പേര് ലിഥിയം ആണ് അല്ല. 11 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അയാളുടെ പേര് എന്താണ്, സോഡിയം ആണ് അല്ലേ. അങ്ങനെ പോകുന്നു അല്ലേ. 14 ആളുണ്ടെങ്കിൽ അയാളുടെ പേര് എന്താണ്, കാർബൺ ആണ്. അങ്ങനെയൊക്കെ പല രീതിയിൽ, കാർബൺ അല്ല, 14 ആരാ വരിക നോക്കാം, ഞാൻ പറഞ്ഞു പോയില്ലേ. അപ്പോൾ NaMgAlSi അങ്ങനെയല്ലേ വരിക. സിലിക്കണാണ് 14ാമത്തെ ആൾ, അലൂമിനിയം വെച്ചാൽ 13ആണ്, നൈട്രജൻ ആണ് എന്ത് 7ാമത്തെ ആൾ. അങ്ങനെ പല രീതിയിൽ എന്തുണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. ഇനി ഈ രീതിയിൽ എങ്ങനെയാണ് എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഹൈഡ്രജൻ്റെ കേസിൽ എന്താണ്, ഒരു പ്രോട്ടോൺ ഉണ്ട്. ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് ന്യൂട്രോൺസ് ഇല്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, ഇവിടെ 1 എഴുതാം. മാസ് നമ്പർ, ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള ഇത്തരം റെപ്രസെൻറ്റേഷൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടാൻ എന്ത് ചെയ്യാൽ മതി, മുകളിലത്തെ സംഖ്യയിൽ നിന്നും താഴത്തെ സംഖ്യ കുറച്ചാൽ മതി. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ 1 - 1 എന്ന് പറഞ്ഞാൽ 0 കിട്ടും. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനകത്ത് എന്തില്ല, ന്യൂട്രോൺസ് ഇല്ല അല്ലേ. ന്യൂട്രോൺ ഇല്ലാത്ത ഏക ആറ്റം എന്താണ്, ഹൈഡ്രജനാണ് അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സോഡിയം പറയാം. സോഡിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 11 ആണ് ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ 23 ആണ് അല്ലേ. അങ്ങനെ കൊടുക്കാം. വേറെ എക്സാമ്പിൾ കാർബൺ 6 ആണ് അല്ലേ. കാർബൺ 6 കൊടുത്തു, 12 എന്ന് പറയാം. അതുപോലെ വേറെ എക്സാമ്പിൾ നൈട്രജൻ 7, 14. ഇതൊക്കെ എന്താണ്, എലമെൻസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അതുപോലെ എലമെൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ. ഇങ്ങനെ പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ആളുകളാണെന്ത്, നമ്മുടെ ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ? ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ എന്ന് പറയാം. അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് ന്യൂട്രോൺ നമ്പർ എന്നും പറയാം അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത, സെയിം ആറ്റോമിക് നമ്പർ അല്ലേ, ഡിഫറെൻറ്റ് മാസ് നമ്പർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ന്യൂട്രോൺ നമ്പർ എന്ന് പറയാം. ഇത്തരം ആളുകളെയാണ് നമ്മൾ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 1 ആണ്. അതുപോലെ ഇതിനെന്താണ്, മാസ് നമ്പർ 1 ആണ് അല്ലേ. എന്നാൽ ഹൈഡ്രജൻ തന്നെ വേറെ രീതിയിലും വരാം. ഹൈഡ്രജൻ 1, 2 വരാറുണ്ട്, ഹൈഡ്രജൻ 1, 3 വരാറുണ്ട്. എന്താ ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം? ഇവരുടെയൊക്കെ ആറ്റോമിക് നമ്പർ സെയിം ആണ്, 1, 1, 1. എന്നാൽ ഇവരുടെ മാസ് നമ്പർ ഉണ്ടോ, 1, 2, 3. അപ്പോൾ ഇയാളുടെ കേസിൽ ഇയാൾക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് 1 - 1 0. ഇയാളുടെ ന്യൂട്രോൺസ് ഇല്ല. ഈ ഹൈഡ്രജൻ ആരത്തിന് ഒരു ന്യൂട്രോൺ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ 2 ആവും അല്ലേ. അപ്പോൾ 2 - 1 ഒരു ന്യൂട്രോൺ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയും, ഡ്യൂട്ടീരിയം എന്ന് പറയും അല്ലേ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഡ്യൂട്ടീരിയം എന്ന് പറയും. എന്നാൽ 3 മാസ് നമ്പർ വരുന്ന 3 - 1 2 ന്യൂട്രോൺ വരുന്ന ആളെ നമ്മൾ ട്രിഷിയം എന്ന് പറയും. എന്താണ്, ട്രിഷിയം എന്ന് പറയും. ഇതിനകത്ത് ട്രിഷിയം റേഡിയോ ആക്റ്റീവ് ആണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളിൽ ആരാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത്? ട്രിഷിയം റേഡിയോ ആക്റ്റീവ് ആണ് അല്ലേ. എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അങ്ങനെ ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 6 ആണ്. മാസ് നമ്പർ 12 ആണ് നോർമലി അല്ലേ. ഇത് കാർബൺ 6, 12. ഇത് കൂടാതെ കാർബൺ 6, 14 വരാറുണ്ട്. ഇവിടെ പ്രത്യേകത എന്താണ്, ഇവിടെയൊക്കെ പ്രത്യേകത ആറ്റോമിക് നമ്പർ സെയിം ആണ്, 6, 6. ഇവിടെ 1, 1, 1 അല്ലേ. ഇനി മാസ് നമ്പർ നോക്കിയാലോ, ഇവിടെ 12 ആണ്, ഇവിടെ 14 ആണ് അല്ലെ. ഇവിടെ എന്താണ് വ്യത്യാസപ്പെടുന്നത്, ന്യൂട്രോൺ നമ്പറാണ് വ്യത്യാസപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോട്ടോപ്സ് എന്ന് പറയുന്നത് അല്ലേ. ഐസോട്ടോപ്സ് എലമെൻറ്റ്സ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ന്യൂട്രോൺ നമ്പർ എന്ന് പറയാം അല്ലേ. ഇനി വേറെ എക്സാമ്പിൾ, വേറൊരു കാറ്റഗറിയിൽ വരുന്നതാണ് ഐസോബാർസ്
എന്താണ്? ഐസോബാർസ്. ഐസോബാർസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ന്യൂക്ലിയർ ഹാവിങ് സെയിം മാസ് നമ്പർ ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ സെയിം, ആറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് അല്ലേ? അതിനെയാണ് നമ്മളെന്ന് പറയാം ഐസോബാർസ് എന്ന് പറയാം. എക്സാമ്പിൾസ് കൊടുത്താൽ ഓക്സിജൻ നമുക്കറിയാം 816 ആണ് അല്ലേ? എന്നാൽ നൈട്രജൻ സാധാരണയായിട്ട് 714 ആണ്, എന്നാൽ 716 ഉണ്ട് അല്ലേ? ഇങ്ങനെ പറയാം. ഇവിടെ എന്താ പ്രത്യേകത? ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, പക്ഷേ മാസ് നമ്പർ എന്താണ്? സെയിം ആണ്. അവരെ നമുക്ക് എന്ത് പറയാം? ഐസോബാർസ് എന്ന് പറയാം അല്ലേ? അതുപോലെ ഐസോട്ടോൺസ് ഉണ്ട്. എന്താണ് ഐസോട്ടോൺസ്? ഐസോട്ടോൺസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദേ ആർ ഹാവിങ് സെയിം ന്യൂട്രോൺസ് n. ഐസോട്ടോൺസ് ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്താണ്? സെയിം ആണ്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കാർബൺ 614 അല്ലേ? ഇതിന് എത്രയുണ്ട്? 14 - 6 എത്രയുണ്ട്? 8 ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ? അതേസമയം നൈട്രജൻ 715 എടുത്തു കഴിഞ്ഞാൽ 15 - 7 എന്ത് തന്നെയാണ്? 8 ആണ്. ഇതിനകത്തും എന്താണ്? 8 ന്യൂട്രോൺസ് ഉള്ളത് അല്ലേ? അതുപോലെ വേറെ എക്സാമ്പിൾ ഓക്സിജൻ 816 എടുക്കാം. 16 - 8 8 തന്നെയല്ലേ? അപ്പോൾ ഇത് മൂന്നും എന്താണ്? ഐസോട്ടോൺസ് ആണ് അല്ലേ? ഇനി അങ്ങനെ വരുന്നു അല്ലേ? ഇനി ഐസോട്ടോപ്സിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ അതിനകത്ത് പിന്നെ ആറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട്, ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഘടനയുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഐസോട്ടോപ്സിൻ്റെ എന്താണ്? സെയിം ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻസ് ആയതുകൊണ്ട് അവരുടെ കെമിക്കൽ ബിഹേവിയർ സെയിം ആയിരിക്കും അല്ലേ? അങ്ങനെ ഓക്കെ. ഇനി ഐസോബാർസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ? അങ്ങനെ വരുന്നു. അതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ മാസ് നമ്പറിലേക്ക് ഒന്നുകൂടെ വരാം അല്ലേ? ആറ്റോമിക് മാസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാം. എന്താണ് ആറ്റോമിക് മാസ്? ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ആറ്റം അല്ലേ? മാസ് ഓഫ് ദി ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റത്തിനകത്ത് ആരൊക്കെ ഉണ്ട്? ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ആറ്റമാണ്. ആറ്റത്തിനകത്ത് ആരൊക്കെ ഉണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, പുറത്തുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോണിൻ്റെയും അകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ എല്ലാം കൂടെ മാസിനെ പറയുന്നവരാണ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ആറ്റോമിക് മാസിനെ നമ്മൾ യു എന്നുള്ളൊരു യൂണിറ്റ് കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ആറ്റോമിക് മാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ യു അല്ലേ? എത്രയാണ് 1 U എന്ന് പറഞ്ഞാൽ? 1 U എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.66054 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ് ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മാസ് യൂണിറ്റ് അല്ലേ? മാസ് യൂണിറ്റ് എന്ന് പറയും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? 1 U എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/12 ദ മാസ് ഓഫ് കാർബൺ 612 അല്ലേ? കാർബൺ 612 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 12/1 പറയുന്ന പേരാണെന്ത്? 1 U എന്ന് പറയുന്നത് അല്ലേ? മാസ് യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 1/12 ദ മാസ് ഓഫ് കാർബൺ 612 ഐസോട്ടോപ്പ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ കാർബൺ 612ൻ്റെ മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് കാർബൺ 612ൻ്റെ മാസ് അപ്പോൾ എത്രയായിരിക്കും? 12 U ആയിരിക്കും. ഈ 12 Uനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 U കിട്ടും അല്ലേ? അത് എടുക്കാനുള്ള പല കാരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാർബൺ ഭയങ്കര സ്റ്റേബിളാണ്, അതുപോലെ യുവിൻ്റെ വാല്യൂ ഒരു ബാക്കിയുള്ള എലമെൻസുമായിട്ട് മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കാർബണിനെ ഒരു അടിസ്ഥാനമാക്കിയിട്ട് അവിടെ എടുക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, അപ്പോൾ അങ്ങനെ എടുക്കുന്നു അല്ലേ? ഈ രീതിയിൽ അല്ലേ? അപ്പോൾ യു എന്ന യൂണിറ്റിലാണ് നമ്മൾ, മാസ് യൂണിറ്റിലാണ് നമ്മൾ ആറ്റോമിക് മാസിനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ മൊത്തം പിന്നെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ ഒരുമിച്ചുള്ള മാസിനെ നമ്മൾ പറയുന്ന പേരാണ് ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി ഇതിനകത്ത് നമുക്കറിയാം എന്താ പറയുക, ഇതിൻ്റെ എനർജി ഈക്വലൻ്റ് കാണാനുണ്ടാവും. എനർജി ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ടേംസ് ഓഫ് മാസ് ഈക്വൽ ടു mc² അല്ലേ? ഐൻസ്റ്റൈൻ്റെ ഫേമസ് ഇക്വേഷനാണ് അല്ലേ? ഈക്വൽ ടു mc². അപ്പോൾ നമുക്ക് എനർജി ഈക്വലൻ്റ് ഓഫ് എ മാസ് യൂണിറ്റ്, ഒരു മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.66054 × 10⁻27 കിലോഗ്രാം അല്ലേ? ഇത്രയും മാസുള്ളൊരു ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ അർത്ഥം എന്താ? m കിലോഗ്രാമുള്ളൊരു മാസ് ഉണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന എനർജി എത്രയാണ്? mc² ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ 1.66054 × 10⁻27 കിലോഗ്രാമുള്ളൊരു മാസിൽ അടങ്ങിയിരിക്കുന്ന എനർജി എത്രയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ഈക്വൽ ടു 1.66054 × 10⁻27 ഇൻറ്റു നമ്മുടെ സീൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸ ആണ് മീറ്റർ/സെക്കൻഡ്² അല്ലേ? ഇനി ഇത് ജൂളിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കാം.
അതിനെന്ത് ചെയ്യുക 1.6 × 10⁻⁻19 എന്ന് പറഞ്ഞ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 931.5 അല്ലേ. 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളത്. അപ്പോൾ ഇതും ചോദിക്കാം, ഇതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാമെന്നും ഇങ്ങനെയാണ് അല്ലേ. വാട്ട് ഈസ് ദ എനർജി ഇക്വലൻ്റ് ഓഫ് എ മാസ് യൂണിറ്റ്? ഒരു മാസ് യൂണിറ്റിൻ്റെ എനർജി ഇക്വലൻ്റ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 931.5 MeV ആണ് അല്ലേ. 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി എവിടെ ഉണ്ട്? ഒരു മാസ് യൂണിറ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്രകാരം നമ്മൾ ഓരോ ഫണ്ടമെൻ്റലായിട്ട് പാർട്ടിക്കിൾസിൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രോൺ അല്ലേ, ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാമാണ് അല്ലേ. നേരത്തെ പറഞ്ഞ MeV യൂണിറ്റ് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ എത്രയാണ്? യു യൂണിറ്റിൽ, ഇത് കിലോഗ്രാമിൽ, അതുപോലെ ഇത് യൂവിൽ അല്ലേ. മാസ് യൂണിറ്റിൻ്റെ ടേംസിൽ നമ്മൾ പറഞ്ഞാൽ എത്രയാണ്? 5.48 × 10⁻⁻4 U ആണ് അല്ലേ ഇതിൻ്റെ മാസ്, ഇലക്ട്രോണിൻ്റെ മാസ്. അതിൻ്റെ എനർജി ഇക്വലൻ്റ് എത്രയാണ്? 0.511 MeV ആണ് അല്ലേ. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇതും നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ആവശ്യം വരും കേട്ടോ, എനർജി ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പ്രോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ് നമുക്കറിയാം എത്രയാണ്? 1.6726 × 10⁻⁻27 കിലോഗ്രാം ആണ് അല്ലേ. 1.6726 × 10⁻⁻27. ഇതിൻ്റെ യു ടേംസിലുള്ള മാസ് എത്രയെന്ന് ചോദിച്ചാൽ 1.007276 U ആണ് പ്രോട്ടോണിൻ്റെ മാസ് അല്ലേ. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ എനർജി ഈക്വലൻ്റ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 938.28 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് എന്തുള്ളത്? ഒരു പ്രോട്ടോണിനുള്ളത് അല്ലേ. ഇനി നമ്മൾ ന്യൂട്രോൺ എടുത്തു കഴിഞ്ഞാൽ ന്യൂട്രോണിൻ്റെ പ്രത്യേകത എന്താണ്? അത് ന്യൂട്രലാണ്, പക്ഷേ അയാളുടെ പ്രത്യേകത അയാൾ പ്രോട്ടോണിനേക്കാളും മാസുള്ള ആളാണ് ഒരു പൊടിക്ക് അല്ലേ. പക്ഷേ അത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ന്യൂട്രോണാണ് പ്രോട്ടോണിനേക്കാളും മാസ് കൂടുതൽ, 6750 ആണ്. ഇത് 6726 അല്ലേ 67 26 അല്ലേ, ഇത് 50 ആണ് അല്ലേ. ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ചെറിയൊരു വ്യത്യാസം വരും, 1.008665 U വരും അല്ലേ. ഇവിടെ 1.0072 ആയിരുന്നു, ഇവിടെ 86 ആയി, ഇത് 72, ഇത് 86. ഇനി ഇവിടെ അതൊരു മാറ്റം വരും, എത്രയാണ്? 939.57 MeV എനർജിയാണ് ആർക്കുള്ളത്? ന്യൂട്രോണുള്ളത് അല്ലേ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. മാസ് യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ ആറ്റത്തിൻ്റെ മാസ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ ആളുകളുടെയും മാസ് പ്രത്യേകം പറഞ്ഞു കേട്ടോ. അപ്പോൾ ചാർജറായിട്ട് ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്, അൺചാർജറായിട്ട് ന്യൂട്രോൺ ഉണ്ട്, ന്യൂട്രലായിട്ട്. അതിനാണ് മാസ് കൂടുതൽ. പിന്നെ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ മാസ് കൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ. അതിനാദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സൈസ്. ന്യൂക്ലിയസിൻ്റെ സൈസ് എത്രയാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അത് നമുക്ക് ലോജിക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ന്യൂക്ലിയർ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ്, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉള്ളത്? അവിടെ എന്തുണ്ട്? കുറേ പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ. പിന്നെ ആരൊക്കെ ഉണ്ട്? അതിനകത്ത് കുറേ ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. ഇതൊക്കെയല്ലേ ന്യൂക്ലിയസിനകത്തുള്ളത് അല്ലേ. പ്രോട്ടോൺ ന്യൂട്രോൺ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു അല്ലേ, ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടോണും ന്യൂട്രോണും ഏകദേശം ഒരേ മാസമാണ്. ന്യൂട്രോണാണ് മാസ് കൂടുതൽ, പക്ഷേ ഏകദേശം ഒരേ മാസമാണ്. ഇനി നമുക്ക് പല മോഡൽസ് വെച്ചിട്ട് ലിക്വിഡ് ഡ്രോപ്പ് മോഡലോ അല്ലെങ്കിൽ ഷെൽ മോഡലൊക്കെ വെച്ചിട്ട് അറിയാം ഇവരുടെ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോൺസിൻ്റെ, പ്രോട്ടോൺസിൻ്റെ, ന്യൂട്രോൺസിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫെരിക്കലാണ് അല്ലേ, സ്ഫെരിക്കലാണ്. അപ്പോൾ ഇതിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇനി ഈ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സൈസ് ആൾമോസ്റ്റ് സെയിം ആണെന്ന് ഇമാജിൻ ചെയ്യുക. സൈസ് ആൾമോസ്റ്റ് സെയിം ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള ആളുകളുടെ ന്യൂക്ലിയോൺസിൻ്റെ സൈസ് ഏകദേശം സെയിം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എടുത്ത് നോക്കുക. ഹൈഡ്രജനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടാവും? ഒരു പ്രോട്ടോൺ മാത്രമാണ് ഹൈഡ്രജനകത്തുള്ള, ന്യൂട്രോൺ ഇല്ല അല്ലേ. ഹൈഡ്രജൻ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ മാത്രമാണ് അല്ലേ. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ചെയ്തേണ്ട ആവശ്യമില്ല. ഒരു പ്രോട്ടോൺ മാത്രമാണെന്ത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഇലക്ട്രോൺ നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈഡ്രജൻ എന്ന് പറയാം. അതേസമയം നമ്മൾ രണ്ടാമത്തെ ആളായ ഹീലിയം എടുത്തു കഴിഞ്ഞാൽ ഹീലിയം എത്രയാണ്? 2,4 ആണ് അല്ലേ. ഹീലിയത്തിനകത്ത് എന്തുണ്ട്? 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട് അല്ലേ. ഇനി
ലിഥിയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് 3 6 ആണ്. ഇതിനകത്ത് 3 പ്രോട്ടോൺ ഉണ്ട്, 3 ന്യൂട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കോമൺ സെൻസ് ആണെന്ത്, ഇതിനകത്ത് എത്ര പ്രോട്ടോണും ന്യൂട്രോണും കൂടുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവരുടെ സൈസ് കൂടും. സിമ്പിളല്ലേ അല്ലേ. എണ്ണം കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടുമെന്ന് പറഞ്ഞൂടെ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അവരുടെ വോളിയം, സൈസ് എന്ന് പറഞ്ഞാൽ വോളിയം എന്നല്ലേ അല്ലേ. ഒരാറ്റത്തിൻ്റെ റേഡിയസ് 6 എഴുതാം അല്ലേ. നമുക്ക് ജസ്റ്റ് ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസ് 6 വിചാരിക്കുക അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ 6 റേഡിയസ് ഉള്ള ഒരു ന്യൂക്ലിയസിൻ്റെ വോളിയം എത്രയായിരിക്കും, 4/3 πr³ ആയിരിക്കും അല്ലേ. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തിന് പ്രൊപ്പോർഷണൽ എന്നാണ്, മാസ് നമ്പറിന് പ്രൊപ്പോർഷണലാണ്, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന് പ്രൊപ്പോർഷണലാണ്. 4/3 πr³ വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെ എണ്ണം. അത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ സൈസ് കൂടി വരും. ക്ലിയർ അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിനി ഇതിനകത്ത് നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ എഴുതാം 4/3 അല്ലേ, വേണ്ട നമുക്ക് ഡയറക്റ്റ് ചെയ്താം. ഇതിനകത്ത് നമുക്ക് എങ്ങനെ പറയാം, r³ പ്രൊപ്പോർഷണൽ ടു 3a/4π എന്ന് പറയാം. പറഞ്ഞൂടെ അല്ലേ, ഇങ്ങനെ പറയാം. ഇനി ഇത് നമുക്ക് എങ്ങനെ പറയാം, r ഈക്വൽ ടു, സോറി ഒരു സെക്കൻഡ്, ഇതിനകത്ത് നിന്ന് r എടുത്താൽ ഇതിൻ്റെ ക്യൂബ് റൂട്ട് r പ്രൊപ്പോർഷണൽ ടു 3/4π റൈസ് ടു 1/3 ഇൻറ്റു a റൈസ് ടു 1/3 എന്ന് പറഞ്ഞൂടെ. ക്യൂബ് റൂട്ട് എടുക്കാനാണ് അവിടെ വെച്ച് 1/3, സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ അവിടെ വെച്ച് 1/2, ക്യൂബ് റൂട്ട് പറഞ്ഞാൽ അവിടെ വെച്ച് 1/3 ഇങ്ങനെ എടുത്തൂടെ. ഇനി പ്രൊപ്പോർഷണാലിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ r ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് k ഇൻറ്റു 3/4π റൈസ് ടു 1/3 a റൈസ് ടു 1/3 എന്ന് പറഞ്ഞൂടെ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയൊരു കോൺസ്റ്റൻ്റ് അല്ലേ, ഈ ക്വാണ്ടിറ്റി എല്ലാം കൂടെ കൂട്ടിയൊരു കോൺസ്റ്റൻ്റ് അല്ലേ. k എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ്, 3/4π ഒരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ എന്തെടുത്തു, r0 എന്ന് കൊടുത്തു. അപ്പോൾ r ഈക്വൽ ടു എനിക്ക് എന്ത് വരും, r0 a റൈസ് ടു 1/3 എന്ന് കിട്ടും. ഇതാണ് ന്യൂക്ലിയർ സൈസ് കാണാനുള്ള ഫോർമുല. ന്യൂക്ലിയർ സൈസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് അല്ലേ, റേഡിയസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സൈസ് കൂടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ന്യൂക്ലിയസിൻ്റെ എന്ത് കിട്ടിയാൽ മതി, മാസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റേഡിയസ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ r0 എന്ന് പറയുന്നത് എത്രയാണ്, 1.2 ഫെർമിയാണ്. ഫെർമിയാണ് എത്രയാണ്, 1.2 × 10⁻⁻15 മീറ്റർ ആണെന്ത് r0 എന്ന് പറയുന്നത് അല്ലേ, 1.2 ഫെർമി. അതിന് ന്യൂക്ലിയർ യൂണിറ്റ് റേഡിയസ് എന്ന് പറയും അല്ലേ. r0നെ ന്യൂക്ലിയർ യൂണിറ്റ് റേഡിയസ് എന്ന് പറയും അല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെ റേഡിയസ് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഹീലിയം 2 4 എഴുതുക. ഇയാളുടെ മാസ് നമ്പർ എത്ര, 4 ആണ്. അങ്ങനെ വെച്ചാൽ ഹീലിയം ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എത്ര, r0 ഇൻറ്റു a റൈസ് ടു 1/3 അല്ലേ ഫോർമുല. r0 എത്ര, 1.2 ഫെംറ്റോമീറ്റർ ആണ് അല്ലെ, ഫെർമിയാണ്. a എന്ന് പറഞ്ഞാൽ 4 ആണ്, റൈസ് ടു 1/3. ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഹീലിയം ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ ഇനി നമുക്ക് എന്താ പറയുക, ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് കൊണ്ടുവെക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ന്യൂക്ലിയർ ഡെൻസിറ്റി. എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, മാസ് ബൈ വോളിയം അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ന്യൂക്ലിയസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ന്യൂക്ലിയസ് അല്ലേ. മാസ് കാണാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ. മാസ് ഓഫ് ന്യൂക്ലിയസിൻ്റെ മാത്രമാണ് പറയണേ അല്ലേ. ന്യൂക്ലിയസിൻ്റെ നമ്മൾ മാസ് നമ്പർ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ മറന്നുപോയതാണ്. എന്തുകൊണ്ടാണ് അതിന് മാസ് നമ്പർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് XZA ഇങ്ങനെ ഒരാളെന്ന് കരുതുക അല്ലേ. ഇതിൻ്റെ മാസ് എത്രയായിരിക്കും? AU ആയിരിക്കും അല്ലേ, AU. ഉദാഹരണത്തിന് ഹൈഡ്രജൻ 1 ആണ് വെച്ചാൽ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1U ആണ്. മാസ് നമ്പറിൻ്റെ കൂടെ U ഇട്ട് കൊടുത്താൽ, U എന്താന്ന് പറഞ്ഞു, മാസ് യൂണിറ്റ് അല്ലേ, അത് ഇട്ട് കൊടുത്താൽ എന്തായി? ഹൈഡ്രജൻ്റെ മാസമായി. ഉദാഹരണത്തിന് ഹീലിയം 2 4 ആണെന്ന് കരുതുക. ഹീലിയത്തിൻ്റെ മാസ് എത്രയാണ്? 4U ആണ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം 1123 ആണെന്ന് കരുതുക. സോഡിയത്തിൻ്റെ മാസ് എത്രയാണ്? 23U ആണ് അല്ലേ. അപ്പോൾ ജനറലി ഒരു ആളുടെ മാസ് എത്രയാണ്? AU ആണ് അല്ലേ. മാസ് നമ്പർ എന്ന് പറയാനുള്ള കാരണം അതാണ് അല്ലേ, അത് അയാളുടെ മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലേ.
അതിൻ്റെ കൂടെ മാസ് നമ്പറിൻ്റെ കൂടെ നമ്മൾ യു ഇട്ട് കൊടുത്താൽ ന്യൂക്ലിയസിൻ്റെ മാസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മാസ് യൂണിറ്റ് നമുക്കറിയാം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ടൈംസ് യു അല്ലേ? എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, യു എന്ന് പറഞ്ഞാൽ മാസ് യൂണിറ്റ്, ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ തൊട്ടുമ്പ് പറഞ്ഞു എത്രയാണ്? 4/3 പൈ ആർ ക്യൂബാണ് അല്ലേ? 4/3 പൈ ആർ ക്യൂബാണ്. ആറിനുള്ള ഫോർമുല നമ്മളിപ്പോൾ കണ്ടു. എത്രയാണ്? R0 a⁻1/3 ആണ് അല്ലേ? അങ്ങനെയാണ് വെച്ചാൽ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? എ യു ഡിവൈഡഡ് ബൈ 4/3 പൈ ആറ് ഉണ്ട്. ആർ ക്യൂബിനെടുത്താൽ എന്ത് വരും? R0 ക്യൂബ്, പിന്നെ എന്ത് വരും? a⁻1/3 ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഈ 3 വെട്ടിപ്പോവും അല്ലേ? അപ്പോൾ എന്താ വരിക? 3/4 പൈ R0 ക്യൂബ് AU/A എന്ന് വരും അല്ലേ? ഇതിനകത്ത് എ വെട്ടിപ്പോവും. കണ്ടോ? എ അവിടെ വെട്ടിപ്പോയത് കണ്ടോ അല്ലേ? അങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 3U ഡിവൈഡഡ് ബൈ 4 പൈ R0 ക്യൂബ് എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ സിമ്പിൾ അല്ലേ? 3 ഇൻറ്റു യുവിൻ്റെ വാല്യൂ എത്രയാണ്? 1.66 ഇൻറ്റു 10⁻⁻27. ഞാൻ റഫായിട്ട് 66 ഞാൻ പിന്നെ 0.54 എന്ന് ഞാൻ ഇടുന്നില്ല, ജസ്റ്റ് ഇത്ര മതി അല്ലേ? ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ആണ്, ഇൻറ്റു R0 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.2 ഇൻറ്റു 10⁻⁻15 അല്ലേ? R0 ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ? ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10⁻⁻15 ഹോൾ റൈസ് ടു 3 ആകുമ്പോൾ 10⁻�45 ആവും. ഈ 10⁻⁻45 മേലെ വരുമ്പോൾ 45 ആവും. അങ്ങനെ നമ്മളെല്ലാം കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2.31 ഇൻറ്റു 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റി അല്ലേ? മാസ് ബൈ വോളിയം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ? 2.31 ഇൻറ്റു 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് വെറുതെ കണ്ടുപോയാൽ പോരാ, ഇതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം. അതായത് നിശ്ചിത വോളിയത്തിനകത്ത് അടങ്ങിയിട്ടുള്ള മാസിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണം വെള്ളം നമ്മൾ 1000 ലിറ്റർ എടുത്തിട്ട് ഒരു നിറച്ച് കഴിഞ്ഞാൽ അതിന് സൈസ് എത്രയായിരിക്കും? 1 മീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെയും പറയാം, 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളവും വീതിയും ഉയരവും ഉള്ളൊരു ബോക്സിനകത്ത് ഞാൻ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ആ വെള്ളം 1000 കിലോ ഉണ്ടാവും. അറിയാലോ? 1 മീറ്റർ ക്യൂബ് ബോക്സിനകത്ത് ഒരു ബോക്സ്, അതിനകത്ത് ഞാൻ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അത് 1000 കിലോ ഉണ്ടാവും. അതേ സാധനം നമ്മൾ ഒരു ബോക്സിനകത്ത് ന്യൂക്ലിയസ് നിറച്ചു എന്ന് കരുതുക. ഏത് ന്യൂക്ലിയസ് ആയിക്കോട്ടെ, കാരണം എന്താ? എല്ലാ ന്യൂക്ലിയസിനകത്തും പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. അപ്പോൾ ഒരു പെട്ടിക്കകത്ത് 1 മീറ്റർ ക്യൂബ് പറഞ്ഞാൽ 1 മീറ്റർ നീളവും വീതിയും ഉയരമുള്ളൊരു ബോക്സിനകത്ത് ഞാൻ ന്യൂക്ലിയസ് നിറച്ച് വെച്ചാൽ അതിൻ്റെ മാസ് 2.3 ഇൻറ്റു 10⁻17 കിലോഗ്രാം അല്ലേ? എന്ന് പറഞ്ഞാൽ എത്രയാണ്? 231 കഴിഞ്ഞിട്ട് 10⁻17 അല്ലേ? 31 രണ്ടെണ്ണോടെ പോയി 15 0. അത്രയും കിലോഗ്രാം. ഇത്രയും ഹെവിയാണെന്ത്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ഡെൻസായിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? വെള്ളമൊക്കെ വെറും 1000 കിലോ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഇത് 235 15 0 സംഖ്യ അല്ലേ? 1/10 എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് അത്രയും ഹെവിയാണ് ആര്? അറ്റോമിക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇലക്ട്രോണിനെ കൊണ്ടും അതുപോലെ ന്യൂട്രോണിനെ കൊണ്ടൊക്കെ ഹിറ്റ് ചെയ്യുക, സ്കാറ്റർ ചെയ്യുക അല്ലേ? അത്തരത്തിലുള്ള സ്കാറ്ററിങ് എക്സ്പെരിമെൻസിലൂടെയാണ് ഇവരെക്കുറിച്ചുള്ള പ്രോപ്പർട്ടീസൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. നിങ്ങൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നൊക്കെ ഇട്ടുണ്ടാവും. അത്തരത്തിലുള്ള കൊളൈഡറിലൂടെ ഹിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവരുടെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റിലുള്ള ഒരു സോൾവ്ഡ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. സിൽവറിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 47. ആറ്റോമിക് നമ്പർ 47 ആണ്, മാസ് നമ്പർ 107 ആണ്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 5.7 ഫെംറ്റോമീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ യുറാനിയം 92-238ൻ്റെ റേഡിയസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻസ് ഞാൻ സാധാരണ ചെയ്യാറില്ല, എന്നാലും നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. സിൽവർ 47 107ൻ്റെ റേഡിയസ് 5.7 ഫെർമി ആണെങ്കിൽ യുറാനിയം 92-238ൻ്റെ റേഡിയസ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ റേഡിയസ് കാണാനുള്ള ഫോർമുല എന്താണ്? R = R0 a⁻1/3 ആണ് അല്ലേ?
അല്ലേ? ഇതാണ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് എഴുതാം. R1 റേഡിയസ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട് എഴുതുക. അതിൻ്റെ റേഡിയസ് എത്ര വരിക? R0 A1⁻⁴ എന്ന് വരും. അതേസമയം R2 എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അയാളുടെ റേഡിയസ് എത്ര വരും? R0 രണ്ടാമത്തെ ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ത് വരും? R0 A2⁻⁴ എന്ന് വരും, അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് R1/R2 കൊണ്ട് കഴിഞ്ഞാൽ R1/R2 കൊണ്ട് കഴിഞ്ഞാൽ R0 കട്ട് ചെയ്ത് പോകും. ബാക്കി A1/A2⁻⁴ എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്, അല്ലേ? അത് പ്രകാരം നമ്മൾ സിൽവറിൻ്റെ റേഡിയസ് കണ്ടാൽ റേഡിയസ് ഓഫ് സിൽവർ എന്ന് പറഞ്ഞാൽ എത്ര വരിക? റേഡിയസ് ഓഫ് AG എന്ന് പറഞ്ഞാൽ എത്ര വരിക? R0 ഇൻറ്റു A എത്രയാണ്? 107. 107⁻⁴ വരിക, അല്ലേ? അതേസമയം യുറാനിയത്തിൻ്റെ, അല്ലേ, യുറാനിയത്തിൻ്റെ എന്താ പറയുക റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? R0 ഇൻറ്റു എത്രയും മാസ് നമ്പർ 238. 238⁻⁴ എന്ന് വരും. രണ്ട് ഇക്വേഷനും ഡിവൈഡ് ചെയ്യാം. അപ്പം എന്ത് വരും? RAG ഡിവൈഡഡ് ബൈ R യുറാനിയം ഇസ് ഈക്വൽ ടു എന്ത് വരും? R0 കട്ട് ചെയ്ത് പോകും. ബാക്കി 107/238⁻⁴ എന്ന് വരും, അല്ലേ? ഇനി ഏതാ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഇത് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇതിനകത്ത് നിന്ന് RU എന്ന് പറഞ്ഞാൽ എത്രയാണ്? RU എന്ന് പറഞ്ഞാൽ RAG ഇൻറ്റു 238/107⁻⁴ എന്ന് പറയാം. ഇനി RAGൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ്? 5.7 ഫെർമിയാണ്. ബാക്കി ഇത് അതുപോലെ ചെയ്യുക. ആൻസർ കിട്ടുന്നത് എത്രയാണ്? 7.41 ഫെർമിയാണ്. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കുക. 7.41 ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുന്നു, അല്ലേ? ഇതാണെന്ത് നമുക്ക് സിമ്പിളായിട്ട് ഒരാളുടെ റേഡിയസ് വെച്ചിട്ട് മറ്റൊരാളുടെ റേഡിയസ് കാണാനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മാസ് നമ്പർ കിട്ടിയാൽ തന്നെ മതി, അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? ഇനി അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫൈൻഡ് ദ ഡെൻസിറ്റി ഓഫ് കാർബൺ 612 ന്യൂക്ലിയസ്. ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി എല്ലാത്തിൻ്റെയും സെയിം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2.31 10⁻17 വരും. 10⁻- അല്ല 10⁻17 വരും, അല്ലേ? ഇനിയിപ്പോൾ കാർബണിൻ്റെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ് ഫോർമുല. മാസ് എത്രയാണ്? 12U ആണ് കാർബണിൻ്റെ, അല്ലേ? ഡിവൈഡ് ബൈ വോളിയം എത്രയാണ്? 4/3 πr³ ആണ്. ഇതാണ് ഫോർമുല, അല്ലേ? അപ്പോൾ 12U ഡിവൈഡഡ് ബൈ 4/3 π. R എന്ന് പറഞ്ഞാൽ എത്രയാണ്? R0 A⁻⁴ വരിക, അല്ലേ? അപ്പോൾ നമുക്ക് കൊടുക്കാം 12U ഡിവൈഡഡ് ബൈ 4/3 π R0³ എന്ന് വരും. A⁻⁴ എന്ന് പറഞ്ഞാൽ 3 കട്ട് ചെയ്ത് പോയിട്ട് R0 എന്ന് വരും, അല്ലേ? ഇനി ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ, ഈ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അപ്പോൾ ആ 12ഉം കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആ 12ന് അവിടെ ഒരു പ്രാധാന്യമില്ല. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ U/4 π R0³ എന്നുള്ള ആ ലാസ്റ്റ് ആൻസറിന് കിട്ടും. 2.31 × 10⁻17 kg/m³ എന്നുള്ള ആ വാല്യൂ തന്നെ കിട്ടും. ഏത് ആളുടെ ന്യൂക്ലിയസ് കാണാൻ പറഞ്ഞാലും ആ ഒരു വാല്യൂ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇനി കുറച്ച് ലെങ്തി ആവുന്നുണ്ട്, നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് രണ്ട് ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് സ്പിൻ ആംഗുലർ മൊമെൻറ്റം പറയാം. എന്താണ്? ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ് ആണല്ലോ പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് സ്പിൻ ആംഗുലർ മൊമെൻറ്റം. ഓക്കെ. അപ്പോൾ സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലക്ട്രോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങണേ, അല്ലേ? പക്ഷേ അത് സ്വന്തം ആക്സിലും എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അതിനാണ് സ്പിൻ മോഷൻ എന്ന് പറയാം, അല്ലേ? അതുമായി ബന്ധപ്പെട്ടുന്നുണ്ട് അവർക്കൊരു ആംഗുലർ മൊമെൻറ്റ്. അതിന് സ്പിൻ ആംഗുലർ മൊമെൻറ്റ് എന്ന് പറയും. റൊട്ടേഷണൽ മോഷൻ ഉണ്ടോ? അവിടെ എന്തുണ്ടാവും? ആംഗുലർ മൊമെൻറ്റ് ഉണ്ടാവും, അല്ലേ? ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോന്നനുസരിച്ചിരിക്കും, അല്ലേ? അപ്പോൾ അത് കാണാനുള്ള ഫോർമുലയൊക്കെ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അത് നിങ്ങൾ ചെറിയ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നാലും ഈ ഇലക്ട്രോണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒക്കെ എന്തുണ്ട്? സ്പിൻ മോഷൻ ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ അതുപോലെ ന്യൂക്ലിയസിനും മോഷൻ ഉണ്ട്. എങ്ങനെ ആലോചിച്ചാലും ഇപ്പം സോളാർ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്താൽ മതി. എർത്ത് അത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. അതേസമയം ഇറ്റ്സ് ഓൺ ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? സ്വന്തം അച്ചുതണ്ടിലും കറങ്ങുന്നുണ്ട്. ഇനി കൂടാതെ നമ്മൾ സണ്ണിന് നോക്കി കഴിഞ്ഞാൽ സണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? ഗാലക്സി ആസ്പദമാക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മോഷൻ ഉണ്ട്, അല്ലേ? എല്ലാ പ്ലാനറ്റ്സിനും മോഷൻ ഉണ്ട്, സണ്ണിനും മോഷൻ ഉണ്ട്, സണ്ണും ഇറ്റ്സ് ഓൺ ആക്സിസിലും കറങ്ങുന്നുണ്ട്. അങ്ങനെ എങ്ങനെ നോക്കിയാലും എന്തുണ്ട്? മോഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ
സ്വന്തം ആക്സിലുള്ള മോഷൻ നമ്മൾ സ്പിൻ എന്ന് പറയും. ആ സ്പിൻ മോഷൻ റൊട്ടേഷണൽ മോഷൻ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും. അതിന് നമുക്ക് എന്താ പറയാം, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയാം. അവരുടെയൊക്കെ സ്പിൻ എത്രയാണ്? ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയൊക്കെ സ്പിൻ എത്രയാണ്? ഹാഫാണ് അല്ലേ. അവരുടെയൊക്കെ സ്പിൻ എന്ന് പറയുന്നത്, ഇൻട്രിൻസിക് സ്പിൻ എന്ന് പറയുന്നത് ഹാഫാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല എന്താണ്? ക്യാപിറ്റൽ എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്മാൾ ലെറ്റർ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ് എന്ന് പറയും. ഈ എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? h/2π ആണ്. എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എച്ച് കട്ട് എന്നും പറയാറുണ്ട്. റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. എത്രയാണ്? h/2π ആണ് അല്ലേ. എച്ച് എത്ര? 6.026 ഇൻറ്റു അല്ലേ 6.626 ഇൻറ്റു 10⁻⁻34 ആണ് അതിൻ്റെ വാല്യൂ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ചെയ്ത് കഴിഞ്ഞാൽ 1.05 ഇൻറ്റു 10⁻⁻34 എന്ന് കിട്ടും. അതാണ് എച്ച് ക്രോസിൻ്റെ വാല്യൂ. അപ്പോൾ സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ്. ഇനി എസ് സ്മാൾ ലെറ്റർ എസിൻ്റെ വാല്യൂ എത്രയാണ്? ഹാഫാണ്. അപ്പോൾ നമ്മൾ ഹാഫ് ഇട്ട് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് 3/2 എച്ച് ക്രോസ് എന്ന് പറയും. ഇതാണ് അവരുടെ സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയൊക്കെ സ്പിന്ന്, ഇൻട്രിൻസിക് സ്പിന്ന് ഹാഫാണ്. ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം എത്രയാണ്? റൂട്ട് 3/2 എച്ച് ക്രോസ് ആണ് അല്ലേ. ഇനി സ്പിൻ ആംഗുലർ മൊമെൻറ്റം കൂടാതെ ന്യൂക്ലിയസിന് എന്തുണ്ട്? ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്. ഓർബിറ്റൽ എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. സ്വന്തം ആക്സിസിലാണ് സ്പിന്ന്, അല്ലാതെ വേറെ എവിടെയെങ്കിലും വലയം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓർബിറ്റൽ മോഷൻ എന്ന് പറയും. അപ്പോൾ സർക്കുലർ മോഷൻ എവിടെ ഉണ്ടോ അതിനൊക്കെ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും. അപ്പോൾ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും ഓരോരുത്തർക്കുണ്ട് അല്ലേ. ഇനി ഈ സ്പിൻ ആംഗുലർ മൊമെൻറ്റവും അതുപോലെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്താണ്? തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. അവർ തമ്മിൽ എന്ത് ചെയ്യും? ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റവും കിട്ടാറുണ്ട്. ആ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിന് നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയും. ഓക്കെ, സ്പിൻ മോഷൻ കാരണം ഒരു ആംഗുലർ മൊമെൻറ്റ് ഉണ്ട്, ഓർബിറ്റൽ മോഷൻ കാരണവും ഒരു ആംഗുലർ മൊമെൻറ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഇൻട്രാക്ട് ചെയ്ത് കിട്ടുന്ന വെക്ടറിൽ നിന്ന് കിട്ടുന്ന ടോട്ടലാണെന്ത്? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതിനെ ജനറലി നമ്മൾ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്? ഓക്കെ, ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഇലക്ട്രോണിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. EH/4πm എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ എന്താ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. ആ ഇലക്ട്രോൺ കറങ്ങുന്നത് ചാർജാണ് കറങ്ങുന്നത്. ചാർജ് ഇങ്ങനെ ഒഴുകുക എന്ന് പറഞ്ഞാൽ അതൊരു കറണ്ടാണ്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ Q/T ആണ്. അപ്പോൾ E/T ആണ്. അതുപോലെ ഇതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, കറണ്ടിൻ്റെ ഏരിയ. ആ കറണ്ടിൻ്റെ ഏരിയ ഒക്കെ വെച്ചിട്ട് നമ്മൾ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊരു സാധനം ഒബ്റ്റെയിൻ ചെയ്ത് ഓർമ്മ ഉണ്ടോ? EH/4πm. ഇതെന്താണ്? മിനിമം മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന മിനിമം മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ ആണെന്ത്? EH/4πm എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പേ എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ h/2π എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിനകത്ത് h/2π എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിതിന് എന്ത് പറയാം? EH×2m എന്ന് പറയാം. എന്താണ് EH×2m? ഇതിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു? ബോർ മാഗ്നറ്റോൺ എന്ന് വിളിച്ചിരുന്നു അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിന് എന്തുണ്ട്? മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. മാഗ്നറ്റിക് മൊമെൻ്റ് കാണാനുള്ള ഫോർമുല കറണ്ടിൻ്റെ ഏരിയ അല്ലേ. ഇപ്പോൾ ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നു അല്ലേ, അതിൻ്റെ കറണ്ട് I ആണ്, ഏരിയ ഇതിൻ്റെ ഏരിയയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ഫോർമുലയാണ് EH/4πm. ഇപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് ക്രോസ് അല്ലെങ്കിൽ എച്ച് കട്ട് ഇട്ടിട്ട് നമ്മൾ h/2π ഇട്ടപ്പം നമുക്ക് EH×2m എന്ന് കിട്ടി. ഈ ക്വാണ്ടിറ്റീനെ പറയുന്നവരാണ് ബോർ മാഗ്നറ്റോൺ. ബോർ മാഗ്നറ്റോൺ ON ഉണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ മിനിമം വാല്യൂ ആണ്. അത് പ്രകാരം നമ്മൾ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ന്യൂക്ലിയോൺസ് നോക്കുകയാണ്. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ്സ് നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ പോലെ തന്നെയല്ല, എല്ലാവരും എങ്ങനെയാണ്? എർത്തിനെ പോലെ തന്നെ. എർത്ത് സ്വന്തം ആക്സിസിലും ചുറ്റും കറങ്ങുന്നുണ്ട്, സണ്ണിന് ചുറ്റും. സണ്ണും അങ്ങനെയാണ്, സ്വന്തം ആക്സിസിലും ഗാലക്സിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. ഇനി ഗാലക്സി എന്തുണ്ട്? യൂണിവേഴ്സിനെ സെൻറ്റർ ആക്കിയിട്ട് കറങ്ങുന്നുണ്ട്.
എല്ലാവരും അബ്സല്യൂട്ട് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതുപോലെ തന്നെയാണ് ആരും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ന്യൂക്ലിയസ് പോലും അതുപോലെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ അങ്ങനെയാണ്. പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജഡാണ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം ആക്സിസിലും കറങ്ങുന്നുണ്ട്, ഒരു കോമൺ സെൻറ്റർ ഓഫ് മാസിനെ ആസ്പദമാക്കിയിട്ടും കറങ്ങുന്നുണ്ട്. അതുപോലെ ന്യൂട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഇപ്പോൾ പ്രോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അത് കറങ്ങുന്നത് കാരണം അതൊരു ചാർജ് പാർട്ടിക്കിൾ കറങ്ങാണ്. അതിനെന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ചാർജ് കറങ്ങുന്നത് കാരണം അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. അതാണ് പ്രോട്ടോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇനി ന്യൂട്രോണിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് വരിക എന്ന് ചോദിക്കും. ന്യൂട്രോൺ എന്താണ്? അൺചാർജ്ഡ് പാർട്ടിക്കിളാണ്, ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണ്. പക്ഷേ ന്യൂട്രോണിൻ്റെ ടോട്ടൽ ചാർജ് എന്തുള്ളൂ? 0 ഉള്ളൂ. ന്യൂട്രോണിൻ്റെ അകത്ത് എന്തുണ്ട്? ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ന്യൂട്രോൺ ഉണ്ടാക്കിയിട്ടുള്ള ശരിക്ക് ഡി എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിളും ഡി എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടിക്കിളും യു എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിളും കൂടിയിട്ടാണ് എന്ത്? ന്യൂട്രോൺ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ പിന്നീട് പഠിക്കുമെന്ന് എനിക്കറിയില്ല, ഈ സെമസ്റ്ററിൽ പഠിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയാണ്. അതിന് ക്വാർക്സ് എന്ന് പറയാം. ക്വാർക്കുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുള്ളത്? ന്യൂട്രോൺസ് ഉണ്ടായിട്ടുള്ളത്. പ്രോട്ടോൺ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ UUD ആണ്. 2 യു ക്വാർക്കും ഒരു ഡി ക്വാർക്കും ചേർന്നാലാണ് പ്രോട്ടോൺ ഉണ്ടാകുന്നത്. 2 ഡി ക്വാർക്കും ഒരു യു ക്വാർക്കും ചേർന്നാണ് ന്യൂട്രോൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്വാർക്കുകൾക്ക് എന്തുണ്ട്? ചാർജ് ഉണ്ട്. ആ ചാർജ് കാരണം ന്യൂട്രോണിനും എന്ത് കിട്ടുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കിട്ടുന്നുണ്ട് അല്ലേ? ആ ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇലക്ട്രോണിൻ്റെ കേസിൽ പറഞ്ഞു എന്ത്? ബോർ മാഗ്നറ്റോൺ. അത് എത്രയായിരുന്നു? EH×2m. ഇത് നമുക്ക് ME എന്ന് പറയാം. ഇവിടെ M എന്താണ്? ഇലക്ട്രോണിൻ്റെ മാസാണ്. എന്നാൽ ഇവരുടെ കേസിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അവരുടെ കേസിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്. എന്താ പറയുക? ന്യൂക്ലിയർ മാഗ്നറ്റോൺ. അത് ബോർ മാഗ്നറ്റോൺ, BOHR, ബോർ മാഗ്നറ്റോൺ ആയിരുന്നു അല്ലേ? ന്യൂക്ലിയർ മാഗ്നറ്റോൺ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? μN കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? അതിൻ്റെ വാല്യൂ എത്രയാണ്? EH×2mp ആണ്. അവിടെ ME മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലായിരുന്നു, ഇവിടെ മാസ് ഓഫ് പ്രോട്ടോൺ ആണ് അല്ലേ? അല്ലെ ന്യൂട്രോണും കൊടുക്കാം, കാരണം പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസിന് വലിയൊരു മാറ്റമില്ല അല്ലേ? ഇങ്ങനെ കൊടുക്കാം. ഇനി പ്രോട്ടോണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസും തമ്മിലുള്ള ബന്ധം എന്താ? ആരാ മാസീവ്? പ്രോട്ടോണാണോ ഇലക്ട്രോണാണോ? ഓഫ് കോഴ്സ് പ്രോട്ടോണാണ് മാസീവ് അല്ലേ? എത്രയാണ്? 186 ടൈംസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും 186 മടങ്ങ് വലുതാണ് അല്ലേ? ഇലക്ട്രോൺ അത്ര ലൈറ്റാണ് അല്ലേ? അതുപോലെയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇനി ബോർ മാഗ്നറ്റോൺ ന്യൂക്ലിയർ മാഗ്നറ്റോൺ തമ്മിലുള്ള ബന്ധം കാണാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ മതി? μN/m കൊടുത്താൽ മതി അല്ലേ? ഇതിന് നമുക്ക് ME എന്ന് പറയാം അല്ലേ? അത് കൊടുക്കാം, μE എന്ന് പറയാം. അപ്പോൾ എന്ത് വരും? μN എന്ന് പറഞ്ഞാൽ EH×2mp അല്ലേ? ഇനി μE എന്ന് പറഞ്ഞാലോ 2me ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? EH ക്രോസ് എന്ന് വരും. ഇതൊക്കെ കട്ട് ചെയ്ത് പോകും അല്ലേ? ഈ 2ഉം കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ വരിക? മാസ് ഓഫ് ഇലക്ട്രോൺ ബൈ മാസ് ഓഫ് പ്രോട്ടോൺ. അപ്പോൾ ന്യൂക്ലിയർ മാഗ്നറ്റോൺ ഡിവൈഡഡ് ബൈ ബോർ മാഗ്നറ്റോൺ ചെയ്താൽ എന്താ കിട്ടുക? ME എന്ന് പറഞ്ഞാൽ MENA, MP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 186 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ME കട്ട് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? μN = ME/186 എന്ന് പറയാം അല്ലേ? അപ്പോൾ ന്യൂക്ലിയർ മാഗ്നറ്റോൺ ബോർ മാഗ്നറ്റോണിനേക്കാളും 186 മടങ്ങ് ചെറുതാണെന്ന് പറയാം, അല്ലെങ്കിൽ ബോർ മാഗ്നറ്റോൺ ന്യൂക്ലിയർ മാഗ്നറ്റോണിനേക്കാളും 186 തവണ വലുതാണെന്നും പറയാം. അപ്പോൾ ഈ ഒരു റിലേഷൻ ഇതിനകത്ത് നിന്ന് കിട്ടും. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആൻഡ് ബോർ മാഗ്നറ്റോൺ അല്ലേ? അപ്പോൾ EH×2me ആയിരുന്നു ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന മിനിമം മാഗ്നറ്റിക് മൊമെൻറ്റ്. അതേസമയം പ്രോട്ടോണിന് കിട്ടുന്ന മിനിമം മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയാണ്? പ്രോട്ടോണും ന്യൂട്രോണും EH×2mp ആണ് അല്ലേ? അവർക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കാണിക്കാം അല്ലേ? μpz. അതിൻ്റെ z കമ്പൗണ്ട് കാണിക്കാം കേട്ടോ. അത് നമ്മൾ z കമ്പൗണ്ടുമാണ് പറയുന്നത്. ദ ആക്ച്വൽ വാല്യൂസ് ഓഫ് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ എനി ഡയറക്ഷൻ, അതിൻ്റെ z കമ്പൗണ്ടിൻ്റെ പറയുന്നത് എത്രയാണ്? അതുകൊണ്ടാണ് μpz. പ്രോട്ടോണിൻ്റെ കാര്യത്തിൽ എത്രയാണ്? +2.79 μN. μN എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ മാഗ്നറ്റോൺ അല്ലേ? അതേസമയം μnz എത്രയാണ്? nz എന്ന് പറഞ്ഞാൽ ആരാണ്? ന്യൂട്രോണിൻ്റെത് അല്ലേ? എത്രയാണ്? -1.91 μN എന്ന് പറയും അല്ലേ?
ഇനി ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ പ്രോട്ടോണിൻ്റെ കേസിൽ ഇത് പ്ലസും മൈനസും വരാനുള്ള കാരണം പ്രോട്ടോണിൻ്റെ കേസിൽ അവിടെ നമ്മൾ പറയുമ്പം പോസിറ്റീവ് സൈൻ കാണിക്കുന്നത് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ പ്രോട്ടോൺ ഈസ് പാരലൽ ടു സ്പിൻ ആംഗുലർ മൊമെൻറ്റ്. പ്രോട്ടോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും സ്പിൻ ആംഗുലർ മൊമെൻറ്റും ഒരേ ഡയറക്ഷനിലായതുകൊണ്ടാണ് പോസിറ്റീവ് കിട്ടുന്നത്. അത്ര ഒരു സ്ട്രെസ് ചെയ്ത് പഠിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതായത് പ്രോട്ടോണിൻ്റെ കേസിൽ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും അതുപോലെ സ്പിൻ ആംഗുലർ മൊമെൻറ്റും പാരലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കാണിക്കാം അല്ലേ, ഇതാണ് മ്യൂ പിൻ്റെ ഡയറക്ഷൻ, അതുപോലെ ഇതാണ് അവരുടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റ് എസിൻ്റെ ഡയറക്ഷൻ, സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. അതേസമയം ന്യൂട്രോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പിന്നിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ മ്യൂ എന്നിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും അല്ലേ. അതാണ് ആ ഒരു നെഗറ്റീവ് വരാൻ കാര്യം. രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്തു അല്ലേ. ഇത് 2.79 മ്യൂനും ഇത് -1.91 മ്യൂനുമാണ് വരുന്നത്. അതാണ് അവരുടെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, അങ്ങനെ വരുന്നു കേട്ടോ ഈ രീതിയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തേക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു. താങ്ക് യു ആൾ.